നമസ്കാരം. ഞാൻ ഇന്ന് ഈ എപ്പിസോഡ് ചെയ്യാനുള്ള പ്രധാന കാരണം എനിക്ക് വന്ന ഒരു ഫോട്ടോയും ഒരു ഫേസ്ബുക്കിലെ പോസ്റ്റിൽ നിന്നാണ്. ഇതൊരു വിഷയമാണല്ലോ, നമുക്ക് സംസാരിക്കാം എന്നെനിക്ക് തോന്നിയത്. ഫോട്ടോ എന്താണെന്ന് ചോദിച്ചാൽ, കൊള്ളക്കത്തിൻ്റെ ഷോളവാരപ്പുറത്ത് നടന്ന ഹെലികോപ്റ്ററിൽ തൂങ്ങി ശത്രുവായ ബാലങ്കനാരെ നേരിടുന്ന ജയേട്ടൻ ബാലൻസ് തെറ്റി താഴെ വീഴുകയും ഹെലികോപ്റ്റർ തല പോയി കരിങ്കല്ലടിക്കുകയും അപ്പോൾ തന്നെ തീർന്നു. ആൾ ആശുപത്രിയിൽ എത്തിക്കും മുമ്പേ തീർന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി. തിരുവനന്തപുരത്തെ കാണേണ്ടവർക്കെല്ലാം കണ്ട ശേഷം കൊല്ലത്ത് കൊണ്ടുപോയി മുളങ്കാടകത്ത് സംസ്കരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് കിടത്തിയിരിക്കുന്നതാണ്. പെട്ടിയിൽ നിന്ന് എടുത്തിട്ടില്ല, പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്തതല്ലേ. ആ പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊണ്ടുവന്ന ചലനമറ്റ ജയേട്ടൻ്റെ ചുറ്റും അദ്ദേഹത്തിൻ്റെ അമ്മയും അദ്ദേഹത്തിൻ്റെ അനുജനും അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ ഭാര്യയും 3-4 വയസ്സുള്ള കണ്ണൻ നായർ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ അതും ഒരു ഹതഭാഗ്യനായിരുന്നു. ജയേട്ടൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തിയ കണ്ണൻ നായർ എന്ന കുട്ടിയും ആ മൃതദേഹത്തിൻ്റെ ചുറ്റും ഇരിക്കുന്ന ഫോട്ടോയാണ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്ത ഫോട്ടോയാണ്. ഇപ്പോൾ AI സംവിധാനത്തിൽ ആരെയും കളറാക്കാമല്ലോ. ഈ ഫോട്ടോയും അങ്ങനെ കളറാക്കിയാണ്. എനിക്ക് ആരും അയച്ചതെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് ജയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊരു ഇമേജ് വരില്ലേ, ഒരു പ്രത്യേക തരത്തിൽ ചരിഞ്ഞ ചിരിയും നിറഞ്ഞ ചിരിയും ആടിയുള്ള നടത്തിയൊക്കെയുള്ള ജയേട്ടൻ. ഈ ശവപ്പെട്ടിക്കകത്ത് കിടക്കുന്ന ജയേട്ടൻ്റെ മുഖം കണ്ടാൽ നമുക്കൊരിക്കലും ഇമേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കരുവാളിച്ച മുഖവുമായി കിടക്കുന്ന ജയേട്ടൻ. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ചുറ്റും ജയേട്ടൻ്റെ അമ്മ ഓലയിൽ ഭാരതിയമ്മയും ഇളയമകൻ സോമൻ നായരും ഭാര്യ ശ്രീദേവിയും 4 വയസ്സുകാരൻ കണ്ണൻ നായരുമാണ്. നിങ്ങൾ കാണുമോ ആ പടം? ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തെളിച്ചയില്ലാതെ ഒരുപാട് പ്രാവശ്യം ഞാനിത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പുതിയ AI സംവിധാനത്തിൽ ആ സാങ്കേതിക വിദ്യയിൽ കളറാക്കി നല്ല ഭംഗിയായി കാണാനാവുന്ന വിധം ആരോ ചെയ്തതാണ്. ഏതോ നല്ല ബുദ്ധിയുള്ള ആരോ ചെയ്തതാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന ഈ 5 പേരും ഈ ഭൂമുഖത്തില്ല. ഇപ്പോൾ 5 പേരും മരിച്ചുപോയി. കണ്ണനുമായിട്ട് എനിക്ക് നല്ല ആത്മബന്ധമുണ്ടായിരുന്നു. എറണാകുളത്തെ ഏതോ ഹോട്ടൽ മുറിയിൽ ആരുടെയോ അടിയേറ്റ് കണ്ണൻ മരിച്ചു എന്ന വാർത്ത വന്നപ്പോൾ സത്യമായിട്ട് എനിക്ക് വല്ലാത്ത നിരാശ തോന്നി. നല്ല പാണ്ഡിത്യമുള്ള പയ്യനായിരുന്നു, വഴിതെറ്റിപ്പോയി പാവം. ജയൻ എന്ന ഒറ്റ ചിന്തയിൽ ജീവിച്ച മനുഷ്യനായിരുന്നു കണ്ണൻ നായർ. വലിയച്ഛനെന്ന് അധികം പറയുകയില്ല, ജയനെന്ന് തന്നെ പറയണേ. ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ കണ്ണൻ നായർ ജീവിത സഖിയാക്കുകയും ഒന്നിച്ച് പോകാനാകില്ല എന്ന് തോന്നിയപ്പോൾ വേർപിരിയുകയും ചെയ്തു ഇരുവരും. കണ്ണന് എവിടെ താളം പിഴച്ചു എന്ന് ചോദിച്ചാൽ കുടുംബത്തിൽ തന്നെ എന്ന് പറയേണ്ടി വരും. വസ്തുക്കച്ചവടവും ഒക്കെയായി വലിയച്ഛനെ പോലെ എറണാകുളത്ത് ചേക്കേറിയതിനാൽ ആകണം കണ്ണൻ്റെ ചുവടും പിഴച്ചു. എന്നെ വിളിക്കുമ്പോഴൊക്കെ ചേട്ടാ സോറി, ഞാൻ അല്പം ഓവറാണെന്ന് ആദ്യം പറയും, എന്നിട്ടേ സംസാരിക്കും. ആരോ കാശ് മുടക്കി കണ്ണൻ നായർ വലിയച്ഛനെക്കുറിച്ച് ഒരു വലിയ ഡോക്യുമെൻ്ററി എടുക്കാൻ തുടങ്ങി. കമൽഹാസൻ അടക്കം ആ ഡോക്യുമെൻ്ററിയിൽ സഹകരിച്ചു. എവിടെയോ വച്ച് നിർമ്മാതാവുമായി കണ്ണൻ തെറ്റി. ഞാൻ കുറേ ക്ലിപ്പിങ്സ് ചേട്ടന് തരാം, ഓരോന്നും ഓരോ എപ്പിസോഡാക്കണം എന്നൊക്കെ എന്നോട് പറയുമായിരുന്നു. ഒന്നും അയച്ചു തന്നില്ല. പക്ഷേ കണ്ണൻ അകാലത്തിൽ അച്ഛനമ്മമാർ ഈ ലോകം വിട്ട് പോയില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കണ്ണനിൽ നിന്നും ആ ഡോക്യുമെൻ്ററി ഉണ്ടായനെ, കണ്ണൻ ഈ ഭൂമുഖത്തും ഉണ്ടായനെ. ഈ കഴിഞ്ഞ നവംബർ 16-ാം തീയതിയാണല്ലോ ജയേട്ടൻ മരിച്ചത്. ആ 16-ന് 2 ദിവസം മുമ്പെന്തോ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് എന്നെ കാര്യങ്ങളൊക്കെ പറയുന്നതിനിടയിൽ ജയൻ സാംസ്കാരിക സമിതിയിലെ സാംസ്കാരിക വേദിയിലെ ഒരു ജയൻ പ്രേമി എന്നോട് തിരക്കി. ജയേട്ടൻ്റെ അനുജൻ സോമൻ നായരുടെ മകൾ ഡോക്ടർ ലക്ഷ്മിക്ക്
താങ്കളോട് കുറച്ച് സംസാരിക്കാനുണ്ട്, നമ്പർ തരുമോ എന്ന് ചോദിച്ചു. ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. പിന്നെന്താ, കൊടുത്തോളൂ എന്ന് ഞാൻ പറഞ്ഞു. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് എനിക്ക് പറയണ്ടല്ലോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ ലക്ഷ്മി എന്നോട് സംസാരിക്കുന്നതിൽ. പക്ഷെ വിളിച്ചില്ല. എന്തായാലും കണ്ണന് മാത്രമേ വലിയച്ഛനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചുള്ളൂ. ഈ ഫോട്ടോയും അതുപോലെ തന്നെ വേറൊരു ഫോട്ടോ, മൂർഖൻ എന്ന് പറഞ്ഞ പടം എടുത്ത ആരിഫ ഹസൻ്റെ ഹസനും ആ സിനിമ സംവിധാനം ചെയ്ത ജോഷി സാറും കൂടി മൂർഖനിൽ അഭിനയിച്ചതിൻ്റെ ബാക്കി പ്രതിഫലം ജയേട്ടൻ മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അമ്മയ്ക്ക് കൈമാറുന്ന ഒരു ഫോട്ടോ, കരഞ്ഞുകൊണ്ട് ആ പൈസ വാങ്ങുന്ന ഫോട്ടോ. ഈ 2 ഫോട്ടോയും എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന, തളർത്തുന്ന ഫോട്ടോകളാണ്. 1939 ജൂലൈ 25-നാണ്, ഞാൻ വിശാഖ നാളാണല്ലോ, 1939 ജൂലൈ 25-നാണ് വിശാഖ നാളിൽ കൃഷ്ണൻ നായർ എന്ന അടുപ്പക്കാർ ബേബി എന്ന് വിളിച്ചിരുന്ന സിനിമാ നടൻ ജയൻ ജനിക്കുന്നത്. 1980 നവംബർ 16 ഈ ലോകം വിട്ടുപോയി. വെറും 41 വയസ്സ് വരെയുള്ള ജീവിതം. ജയൻ്റെ അനുജൻ സോമൻ നായരുടെ 3 മക്കളിൽ ഒരാളാണ് ഡോക്ടർ ലക്ഷ്മി. ജയൻ മരിച്ച ശേഷം ജനിച്ച കുട്ടി. ലക്ഷ്മി പറയുന്നത്, ഞാൻ കേട്ടറിഞ്ഞ വലിയച്ഛൻ അച്ചടക്കം നിറഞ്ഞ ജീവിതശൈലിയുള്ള ആളായിരുന്നു. അച്ചടക്കം നിറഞ്ഞ ജീവിതശൈലിയുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് അമ്മയോട് അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും പുലർത്തിയിരുന്ന ആളായിരുന്നു ജയൻ. ഫാമിലിയുമായി വളരെ അറ്റാച്ച്ഡ് ആയിരുന്ന, സപ്പോർട്ടീവായിരുന്ന ആളായിരുന്നു ജയൻ. വലിയച്ഛൻ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ ശേഷമായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം. എങ്ങനെയും സിനിമയിൽ പിടിച്ചു കയറാനുള്ള ശ്രമത്തിലായിരുന്നു. ആ സമയത്ത് വളരെ കുറച്ച് മാത്രമേ വലിയച്ഛൻ കൊല്ലത്ത് വരുമായിരുന്നുള്ളൂ. തിരക്കുള്ളപ്പോഴും ഇടയ്ക്ക് ഓടി വന്ന് അമ്മൂമ്മയെ കണ്ടിട്ട് കൊല്ലം പ്രസിഡൻസി ഹോട്ടലിലേക്ക് പോയി സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു വരുത്തി ആഘോഷിക്കും. മീൻ എന്ന ഐ വി ശശി ചിത്രത്തിൽ അഭിനയിക്കാനായി കൊല്ലത്ത് വന്നപ്പോഴും ഹോട്ടലിലേക്ക് അമ്മയെ ക്ഷണിച്ചു വരുത്തി കണ്ടിട്ട് തിരിച്ചയക്കുകയാണ് ചെയ്തത്. അദ്ദേഹം വീട്ടിലേക്ക് പോയില്ല. അതിൽ എനിക്ക് തോന്നുന്നു ലക്ഷ്മിയുടെ അച്ഛനുമായിട്ട് എന്തോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. കാരണം ലക്ഷ്മിയുടെ അച്ഛൻ ഒരു ദീപാവളി കുളിക്കുന്ന നായരായിരുന്നു. ഇഷ്ടംപോലെ എത്ര കാശ് കിട്ടിയാലും അടിച്ച് തീർക്കുന്ന പ്രകൃതക്കാരനായിരുന്നു. വീടെന്തോ പുതുക്കാനോ നന്നാക്കാനോ ഒക്കെ ആയിട്ട് കുറേ കാശ് ജേട്ട കൊടുത്തതൊക്കെ സോമൻ നായർ ചിലവാക്കാതെ അടിച്ചു തീർത്തു എന്നൊക്കെയുള്ള കഥകൾ എന്നോട് ആരൊക്കെയോ പറഞ്ഞെനിക്കറിയാം. 16 വയസ്സ് തികയുന്നതിന് മുമ്പ് ബോയ്സ് നേവിയിൽ സെലക്ഷൻ കിട്ടിയ ആളാണ് ജയേട്ടൻ. 15 വർഷത്തെ രാഷ്ട്ര സേവനം കഴിഞ്ഞ് പെൻഷനായത് കൊച്ചിയിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ തന്നെ ബാക്കി കാലം ജീവിച്ച ആളായിരുന്നു ജയൻ. 70 മുതൽ 3-4 വർഷം അരിയുടെ ഹോൾസെയിൽ കച്ചവടം കൊച്ചിയിൽ നടത്തി. അതിനിടയിൽ സിനിമയിൽ ഭാഗ്യാന്വേഷണവും നടത്തുമായിരുന്നു. 1974 ജെ സി സാറിൻ്റെ ശാപമോക്ഷത്തിൽ, ജെ സി സാറിൻ്റെയും ആദ്യത്തെ പടമാണ് ശാപമോക്ഷം, അതിൽ തുടക്കമിട്ടു. 6 വർഷക്കാലത്തെ സിനിമാ ജീവിതം, അതിൽ അവസാനത്തെ 2 വർഷം ഉറങ്ങാൻ പോലും കഴിയാതെ സെറ്റിൽ നിന്നും സെറ്റുകളിലേക്കുള്ള ഓട്ടത്തിലായിരുന്നു ജയൻ. ഇത് വെറുതെ പറയുകയല്ല, 5 മണിക്കൂർ പോലും ഉറങ്ങാൻ കിട്ടാത്തത്ര തിരക്കിലായിരുന്നു അക്കാലത്ത് ജയേട്ടൻ. 75,000 രൂപ വരെ ശമ്പളം വാങ്ങിയിരുന്നുവെന്ന് പലരും പറയുന്നു. പീക്ക് ടൈമിൽ ഒരു വലിയ നിർമ്മാണ കമ്പനി ഹേംനാഗ് നിർമ്മിച്ച നായാട്ടിന് വാങ്ങിയത് 40,000 രൂപയാണ് എന്ന് നായാട്ടിൻ്റെ സംവിധായകൻ ശ്രീകുമാരൻ തമ്പി സാറ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 45 വർഷം മുമ്പ് 40,000 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 40 കോടി രൂപയാണെന്ന് വേണമെങ്കിൽ പറയാം. പൂട്ടാത്ത പൂട്ടുകൾ എന്ന മഹേന്ദ്രൻ്റെ തമിഴ് ചിത്രമടക്കം 120ഓളം സിനിമകൾ ജയൻ അഭിനയിച്ചു. പൂർത്തിയാക്കി സെൻസറിങ് കഴിഞ്ഞ് റിലീസിംഗ് ഡേറ്റ് നിശ്ചയിച്ച ശേഷം റിലീസിൻ്റെ തലേ ദിവസം കോടതി കയറി നശിച്ച പഞ്ചപാണ്ഡവർ മാത്രമാണ് പുറത്തു വരാത്തത്. ഹേംനാഗിൻ്റെ തന്നെ ഗർജനം എന്ന് പറഞ്ഞ സിനിമയിൽ മലയാളത്തിൽ ജയനും തമിഴിൽ രജനീകാന്തുമായിരുന്നു. കുറേ ഭാഗങ്ങൾ പാട്ട് സീൻ അടക്കമുള്ള അഭിനയിച്ച ശേഷമാണ് ജയേട്ടൻ മരിക്കുന്നത്. അങ്ങനെ ബാക്കി ഭാഗം കൂടി എടുത്ത ഭാഗം അടക്കം രജനീകാന്തിനെ വെച്ച് ഒന്നെന്നെ ചിത്രീകരിച്ചു.
120 സിനിമകളിൽ അഭിനയിച്ചിട്ടും ഭീമമായ ബാങ്ക് ബാലൻസ് ഒന്നും ജയേട്ടൻ്റെ അക്കൗണ്ടിൽ കാണാഞ്ഞത് കൗതുകം ഉണർത്തുന്നതും സംശയം ജനിപ്പിക്കുന്നതുമായ കാര്യങ്ങളായിരുന്നു. ഒരു നടനും ഒരു നടിയും ഓരോ പെട്ടികൾ കൊണ്ടുപോയ കഥകൾ പലരും ജയനുമായി അടുപ്പമുള്ള പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ജയൻ്റെ ഒരുപാട് കാശ് അവർ രണ്ടുപേരെ കയ്യിലായി എന്ന് പറയുന്നു. നമുക്ക് തെളിവില്ലാത്തതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാശുണ്ടായിരുന്നുവെങ്കിലും അനുജൻ അത് അടിച്ചു തീർത്ത് ദീപാവലി കുളിക്കുമെന്നത് മറ്റൊരു കാര്യം. ബാങ്ക് ബാലൻസിൽ ജയൻ ഇട്ടിട്ട് പോയാലും സോമൻ നായർ തീർക്കും. ജ്യേഷ്ഠൻ്റെ പിൻബലത്തിൽ അനുജൻ തുടങ്ങിയ കച്ചവടമൊക്കെ നഷ്ടത്തിൽ കലാശിച്ച ചരിത്രമാണുള്ളത്. ജയേട്ടനേക്കാൾ 6 വയസ്സ് ഇളയതാണ് സോമൻ നായർ. ജയൻ ആദ്യമായും അവസാനമായും സ്വന്തമാക്കിയ കറുത്ത ഫിയറ്റ് കാർ വെളുത്ത നിറത്തിലാക്കിയ ശേഷം ജയേട്ടൻ്റെ സന്തത സഹചാരിയായിരുന്നു KRE 134. ഈ കാർ ജയൻ്റെ ആത്മാവായിരുന്നു. കാർ കഴുകുന്നത് പോലും തൻ്റെ മാത്രം ജോലിയായി കണ്ട മനുഷ്യനായിരുന്നു ജയേട്ടൻ. ജയൻ്റെ മരണശേഷം സ്വാഭാവികമായും അനുജന് കിട്ടുമല്ലോ കാർ. അത് മദ്രാസിൽ നിന്നും കൊല്ലത്തെത്തിച്ചു. കുറേ നാൾ സോമൻ നായർ ഓടിച്ചു കിടന്നു. കാണുന്നവരൊക്കെ പറയില്ല, നോക്കടാ ജയൻ്റെ കാർ പോകണം, അയാൾ അനിയും ഓടിച്ചു പോകണമെന്ന് പറയുമല്ലോ. അങ്ങനെ ഓടിച്ച് നടന്നു സോമൻ നായർ. അക്കാലത്ത് സോമൻ നായർക്ക് കോയമ്പത്തൂരിൽ ബിസിനസ് ഉണ്ടായിരുന്നു. കശുവണ്ടിയുടെ എന്തോ ആണ് ബിസിനസ്. കാറ് കൊല്ലത്തുനിന്ന് ഓടിച്ച് കോയമ്പത്തൂർ കൊണ്ടുപോയി. നല്ല ഷുഗറിൻ്റെ കലശലായ അസുഖമുള്ള ആളായിരുന്നു സോമൻ നായർ. അവിടെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റായി. വീട്ടിൽ ദാമ്പത്യ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, അകൽച്ചകൾ ഒക്കെ ഉണ്ടായിരുന്നു സോമൻ നായർക്കെന്ന് കണ്ണൻ നായർ തന്നെ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അച്ഛനും അമ്മയും നല്ല ബന്ധത്തിലായിരുന്നില്ല. കോയമ്പത്തൂരിൽ വെച്ച് അച്ഛന് ഒരുപാട് ഷുഗർ കൂടി കലശലായപ്പോൾ ആരും കൂടെ ഇരിക്കാനില്ലാത്തതുകൊണ്ട് അച്ഛൻ നാട്ടിലേക്ക് മടങ്ങി. നാട്ടിൽ വന്ന് കൊല്ലത്ത് വന്ന് ഒരു ആശുപത്രിയിൽ അഡ്മിറ്റായി. ആരോടും പറഞ്ഞില്ല, വീട്ടിലൊന്നും വിളിച്ച് പറഞ്ഞില്ല. ഞാനിപ്പോൾ കൊല്ലത്തുണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല. കോയമ്പത്തൂരാണെന്ന് വീട്ടുകാർ വിചാരിച്ചു. അങ്ങനെ അവിടെ വന്ന് കൊല്ലത്ത് വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായി. അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു. കാലങ്ങൾക്ക് ശേഷം കാറെടുത്ത് മാറ്റണമെന്ന് ഹോട്ടലിൽ നിന്ന് അറിയിപ്പ് കിട്ടി. കണ്ണനും സുഹൃത്തുക്കളും കാറെടുക്കാൻ കോയമ്പത്തൂർ പോയി. നിധി പോലെ വലിയ സൂക്ഷിച്ച ജയൻ്റെ സ്മാരകം പോലെ സൂക്ഷിക്കാമായിരുന്ന ആ KRE 134 ഫിയറ്റ് കാറിന് ചുറ്റും അകത്തുമൊക്കെ ചെടികൾ വളർന്ന് സീറ്റുകൾ പൊട്ടിപ്പൊളിഞ്ഞ് പിഞ്ഞ് ചുറ്റിനും കാറിൻ്റെ ചുറ്റും തുരുമ്പ് പിടിച്ച് ടയറുകളെല്ലാം നശിച്ച് നാമാവിശേഷമായി കിടക്കുമ്പോഴാണ് വലിയച്ഛൻ്റെ കാറെടുത്ത് മാറ്റാനായിട്ട് കണ്ണൻ നായർ ചെന്നത്. നന്ദി, നമസ്കാരം.